പ്ലസ് ടുവിന് ശേഷം ഡയറക്റ്റ് CMA ഇന്ത്യക്ക് പോകണോ അതോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പോകണോ? ബെസ്റ്റ് ഓപ്ഷൻ പ്ലസ് ടുവിന് ശേഷം CMA ഇന്ത്യക്ക് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് എന്നാവും ചിന്തിക്കുന്നത്. ഉത്തരം വളരെ സിമ്പിളായി ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് 3 ലെവലായാണ് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നിങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. ഡിഗ്രി കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആയ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതായത് 3 വർഷം നമ്മൾ ഡിഗ്രിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം ഉണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് CMA ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ പിന്നെ ടൈം ലാഭിക്കാമെന്ന് മാത്രമല്ല, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹൈ പെയ്ഡ് ജോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് നിങ്ങൾ CMA ഇന്ത്യ പഠിക്കുന്നതെങ്കിൽ CMAയുടെ സെക്കൻഡ് ലെവൽ കഴിഞ്ഞ് 15 month ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും മണി ഏൺ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. എങ്കിൽ ഡിഗ്രിക്ക് പോകുന്ന ഒരാൾക്ക് അതിന് സാധിക്കില്ല. പ്ലസ് ടു പഠനത്തിനൊപ്പം CMA ഇന്ത്യ രജിസ്റ്റർ ചെയ്യുകയും റിസൾട്ട് വരുമ്പോൾ തന്നെ പരീക്ഷ എഴുതുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കാറ്റലിസ്റ്റിനോടൊപ്പം. CMA ബോഡി പറയുന്നു കാറ്റലിസ്റ്റ് ആണ് നമ്പർ 1 ROCC.